ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഗീ റോസ്റ്റ് ആണ് ട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, അരി അരക്കാനോ ഉഴുന്നരക്കാനോ ഒന്നും നിൽക്കണ്ട. അതുപോലെ തന്നെ തലേ ദിവസം തന്നെ അരച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ അരി അരച്ചിട്ട് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഗീ റോസ്റ്റിന്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് റവയാണ് ട്ടോ വേണ്ടത്. 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. 1/2 കപ്പ് തൈരും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അരക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള നമ്മൾ ദോശമാവിനെല്ലാം അരക്കുന്ന ആ ഒരു കട്ടി തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ മിക്സി ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നും കൂടി പോകരുത്. നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസിയിലാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ദോശക്കല്ല് നല്ലോണം ചൂടാക്കാം. എന്നിട്ട് സ്പീഡൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നല്ല നേരിയതായിട്ട് ചുറ്റിച്ചു കൊടുക്കണേ. നമ്മൾ നെയ് റോസ്റ്റെല്ലാം ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ നല്ല നേരിയതായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കളറെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഗീ ആക്കി കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നെയ്യെല്ലാം ആക്കി കൊടുത്താൽ നമുക്ക് ആ ഒരു ഗീ റോസ്റ്റിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. നമുക്ക് രാവിലെ തിരക്ക് പിടിച്ച ദിവസത്തിലെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ചട്നിയോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഗീ റോസ്റ്റിനെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു ചട്നിയോ മറ്റും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് രാവിലെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഗീ റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവർക്കും ഷെയർ കമൻറ്റും ചെയ്യണേ. ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്.